ഇരിക്കുന്ന മോഡൽ. ഇതാകുമ്പോൾ ഒരു മാവ് പ്ലാവ് കിടാൻ പറ്റിയ ഒരു ആപ്റ്റ് സൈസാണ്. അത് അത്യാവശ്യം നല്ല വട്ടം ഉണ്ട്. പിന്നെ ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ ഹാൻഡിൽ ഹാൻഡിലുണ്ട്. നമുക്ക് മാവ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിറ്റ് വരും. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾട്ട് കൊടുക്കാം. അപ്പൊ കയറൊക്കെ ഇടുകയാണെങ്കിൽ പിടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ചിലർ 60-40 റേഷ്യോയിൽ കട്ട് ചെയ്യണം എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചിലർക്ക് ഇത് കാറ്റിൽ ഫീഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലി കട്ട് ചെയ്യണം എന്ന് പറയും. അപ്പം അങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സൈസ് ആയതുകൊണ്ട് റബ്ബറും പാലൊക്കെ പിടിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മോഡലാണത്. ഫിഷ് വളർത്താനും അതിനൊക്കെ വേണ്ടിയും കുടിവെള്ളം സ്റ്റോറേജ് അങ്ങനെ അതിന് വേണ്ടിയും കയറി പോകുന്ന റേറ്റും. ഇതെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ക്ലിയർ ആണ്. ഇപ്പോൾ കമ്പനികളിൽ നിന്ന് പുറത്തോട്ട് വിടുമ്പോൾ അവർക്ക് ക്ലീൻ ചെയ്തേ വിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. ഇത് വൈറ്റ് തൊട്ടി എന്നാണ് ഇതിനെ പറയണത്. ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റമാണ്. ഇത് പല പല പർപ്പസായിട്ട് കയറി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഹലോ ഹായ് നമസ്കാരം, ജയകൃഷ്ണനാണ് ലൈഫ് ഇൻ കേരള ടിവിയിൽ നിന്നും. ഞങ്ങളൊരു യാത്രയിലായിരുന്നു, അത് എറണാകുളത്ത് നിന്നും തൃശ്ശൂരോട്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ഡ്രമ്മുകൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട്, കാരണം ഇത് നമ്മുടെ കർഷകർക്കും നമ്മുടെ വീട്ടമ്മമാർക്കും ഒരുപാട് പേർക്ക് ഈ ഡ്രമ്മുകളുടെ ഉപയോഗം ഇപ്പോൾ ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ച് നോക്കി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ബ്രോ. ഹായ്. നമ്മളെ ലൈഫ് ഇൻ കേരള ടി വി എന്നുള്ളൊരു ചാനലിൽ നിന്നാണ്. നമ്മൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് എറണാകുളം വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ഡ്രമ്മുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നേ. ഇതൊക്കെ എത്ര രൂപ മുതലാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്? ഡ്രംസ് പറയുമ്പോൾ പല പർപ്പസിനുണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിനാണെങ്കിൽ 170 റുപ്പീസ് തൊട്ട് മോഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് ആലുവ തോട്ടക്കാട്ടര എന്ന് പറയും. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഡ്രംസ് ആൻഡ് ഗ്രേഡ്സ് എന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ഗേറ്റ് പോലും നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പോൾ ഇത് 30 ലിറ്റർ കപ്പാസിറ്റി തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഹാൻഡിൽ തന്നെ ഉണ്ട്. അഗ്രികൾച്ചർ പർപ്പസിന് ഇപ്പോൾ ചെറിയ മുളക് അങ്ങനത്തെ ടൈപ്പ് ചെടികൾ നടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈപ്പാണ്. ഹാൻഡിലും വന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? ഇത് 170 ആണ് വന്നത്. 170 ആണ്. എന്നാൽ 30 ലിറ്ററിന് തന്നെ ഒരു പല വെറൈറ്റി വന്നുണ്ട്. അതിൽ വേറൊരു വെറൈറ്റി ആണ് ഇത് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ ഒരു സ്ക്വയർ രൂപയാണ്. ഇതിനെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്യും. ടോപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെടിയൊക്കെ ഇടാൻ പറ്റിയൊരു മോഡലാണത്. ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? ടോപ്പ് ഇടുന്ന കട്ട് ഹോളൊക്കെ ഇട്ട് കൊടുക്കും. നിങ്ങൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്? അവിടെ വേറെ സ്റ്റാഫ് ഉണ്ട്, അവർക്കറിയാം. നമ്മൾ മണ്ണുത്തി അങ്ങനെ ആ ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ കയറി പോകണേണ്. അപ്പോൾ അവർക്ക് അത് ശീലമുണ്ട്. എങ്ങനെ പർപ്പസ് പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള അവർ കട്ട് ചെയ്ത് കാണിച്ചു തരും. ഇവിടെ ഇരിക്കുന്ന എല്ലാം പല പല കെമിക്കൽ ഒന്ന് കാലിയാവണേണ്. എന്നാൽ കെമിക്കലിൽ തന്നെ ഹാംഫുൾ അല്ലാത്തതുകൊണ്ട്. ഹാംഫുൾ ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സ്ക്രാപ്പിനിടും. ഹാംഫുൾ അല്ലാതെ നമ്മൾ റീയൂസിന് ചെയ്യും. ഇത്രയും ഇത് വരുന്നത് എവിടെ നിന്നാണ്? ഇത്രയും ഡ്രമ്മുകൾ ഉണ്ടല്ലോ. ഇത് സൗത്ത് ഇന്ത്യ ഫുള്ള് കളക്ട് ചെയ്യണത് ആണല്ലേ? പല പല കമ്പനികൾ നമ്മൾ ടെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യും. പിന്നെ അതുപോലെ ലോക്കൽ നമുക്ക് പാർട്ടികളുണ്ട്, അവർ വന്ന് നമുക്ക് കൊണ്ടുവന്നു. ഡെലിവറി നമ്മൾ മെയിൻലി ഇത് ഹോൾസെയിൽ സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഒരു ഭാരത് ബെൻസിന് ഒരു 4-5 ട്രക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു നമ്മൾ ലോഡായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. കൃഷി ആവശ്യങ്ങൾക്ക് ഒരു 10 ഡ്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എത്തിക്കാൻ? അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു 10 ഡ്രം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു ചെറുവണ്ടിക്കുള്ള ഒരു ലോഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു പുറം വണ്ടി ഉണ്ട്, അത് കയറ്റി വിടും നമ്മൾ. അതെ. നമുക്ക് ഈ ഇരിക്കുന്ന ഡ്രമ്മിൽ തന്നെ ഇപ്പൊ ഇത് കാണിച്ച രണ്ടാമത് കാണിച്ച 170 തന്നെയാണോ? ഇല്ല, ഇത് 150 തന്നെ ഉള്ളൂ. 150 ആണ് 30 ലിറ്റർ. ശരി. അതെ, 150. ടോപ്പ് കട്ട് ചെയ്തിട്ട് 150 തന്നെ ഉള്ളൂ. ഓക്കെ. അടുത്തത് പിന്നെ നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറയുന്നത് 40 ലിറ്ററിന്റെ ഒരു ഡ്രം വരുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടതിന് തന്നെ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയൊരു ടൈപ്പ് 40. അത് അഗ്രികൾച്ചർ ചെടികൾ എന്നതിനുപരി ഇപ്പൊ ഞണ്ട് വളർത്താനായിട്ടും ഇഷ്ടംപോലെ ഇത് കയറി പോകുന്ന ഒരു ഐറ്റം ആണത്. അത് നമ്മൾ സൈഡിൽ കുറെ ഹോളൊക്കെ ഇട്ടിട്ട് സബ്മേർജ് ചെയ്ത് വെക്കും. അപ്പൊ ഞണ്ട് വളർത്താനൊക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ടൈപ്പാണ്. ഇത് 200 ആണ് വരുന്നത്. 200 ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ 50 ലിറ്റർ വരുന്നുണ്ട്. 50 ലിറ്ററിന്റെ തന്നെ ഒരു 3-4 ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. 4 അല്ല, ഒരു 5 ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഇത് ഇരിക്കുന്ന മോഡൽ ഇതാകുമ്പോൾ 50 ലിറ്ററിന്റെ ഓപ്പൺ ടൈപ്പാണ്, അടപ്പ് തന്നെ ടൈപ്പാണ്. ഇതാകുമ്പോൾ 300 വരും. ഇതാകുമ്പോൾ ഹാൻഡിലുണ്ട്, പിന്നെ ഒറ്റൊരു ഡ്രം ആയതുകൊണ്ട് നല്ല ടെമ്പറും ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഈ 2 മോഡലാണ്. ഇതൊക്കെ മെയിൻലി കെമിക്കൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി പോണേണ്. എന്നാൽ ഇതിന്റെ അകത്ത് നമ്മൾ ടോപ്പ് കട്ട് ചെയ്യും. ടോപ്പ് കട്ട് ചെയ്തിട്ട് 250 തന്നെ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ വാഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു മോഡലും കൂടെ എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഹാൻഡിൽ വരും. അപ്പൊ നമുക്ക് മണ്ണൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ അത് നീക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വളരെ ഉപകാരമായിരിക്കും. നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതാണ്.
എന്ന് പറയുമ്പോൾ ഇതിന്റെയും ഇതുപോലെ തന്നെ ടോപ്പ് കട്ട് ചെയ്യും നമ്മൾ. ടോപ്പ് കട്ട് ഏതാ ഹാൻഡിൽ എപ്പോഴും മിസ്സാകും. ഹാൻഡിൽ അപ്പം മിസ്സാവും. അത് ഇതെല്ലാം 50 ലിറ്ററുമാണ്, പക്ഷേ ഡിസൈനിന് വ്യത്യാസമുണ്ട് അല്ലേ? അതെ, ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അത് ടോപ്പ് കട്ട് ചെയ്തുമ്പോൾ ഇതുപോലൊരു മോഡലായിട്ട് കിട്ടും. ഇതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് ഓരോന്ന്? ഇത് 300 വരും. ഇത് 300 എന്ന് പറയുമ്പോൾ 290 ഉണ്ട്. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറച്ചുകൂടി യൂസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളതൊക്കെ 290 നമ്മൾ വെക്കും. 290 300. ഇപ്പോൾ ഇരിക്കണ ടോപ്പ് കട്ട് ചെയ്തിട്ട് 250 തന്നെ ഉള്ളൂ. അത് ഇതുപോലൊരു മോഡൽ കിട്ടും. അതാകുമ്പോൾ ഒതുങ്ങിയിരുന്നോളൂ. പക്ഷെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പിടി ഉണ്ടാവില്ല. ഇതെല്ലാം HDP മെറ്റീരിയലാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു 10-15 ഇയേഴ്സ് ആയ ഗ്യാരണ്ടിയാണ്. കാരണം അതെല്ലാം ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണല്ലോ. അത്രയും ടഫായിട്ടാണ് മേക്കിംഗ് ചെയ്യുള്ളൂ. ഇപ്പൊ നമുക്ക് അടപ്പ് ഉൾപ്പെടെ അല്ലേ വരുന്നേ? അതെ, അടപ്പ് ഉൾപ്പെടെ തന്നെയാണ് വരുന്നത്. എല്ലാ മോഡലും അടപ്പ് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ചെടി ആവശ്യമല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് പർപ്പസിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡൽസ് ആണ് ഇതൊക്കെ. അടപ്പ് എല്ലാത്തിനും ഇൻബിൽഡ് ആയിട്ട് തന്നെയാണ്. അതിനെന്താ പിന്നെ ഇത് കെമിക്കൽ അതെന്ന് പറയാൻ പറഞ്ഞ പോലെ കെമിക്കലിൻ്റെ അകത്ത് ഹാംഫുൾ അല്ലാത്തതും ഉണ്ട്. ഹാംഫുൾ ആയുള്ള നമ്മൾ കട്ട് ചെയ്ത് സ്ക്രാപ്പിലിടും. ഇതൊന്നും അങ്ങനെ പ്രശ്നമില്ലാത്തത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീപർപ്പസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ്. കുടിവെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനും കൂടിയാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഈ ഇരിക്കുന്ന 60 ലിറ്ററിന്റെ ഒരു മോഡലാണിത്. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ 300 rupees ആണ്. ഇതൊരു അടപ്പിട്ടിട്ട് നമ്മൾ ഹാഫ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ചെടി ഇടാം. ഇതിൻ്റെ രണ്ടായിട്ട് എടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ വെച്ചാലും കറക്റ്റ് സ്റ്റാൻഡിങ്ങിൽ നിന്നോളും. അപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ കോസ്റ്റ് കുറച്ചുകൂടി സേവ് ചെയ്യാൻ പറ്റും. അത് എത്ര പ്രൈസ് വരുന്നത്? ഇത് 300 ആണ് വന്നത്. 300 കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പീസിന് 150 വെച്ച് തന്നെ ഉള്ളൂ. അതെ, നിങ്ങൾ കട്ട് ചെയ്ത് പ്രൈസിംഗ് ഒക്കെ സെയിം തന്നെയാണ്. ഇല്ല, കട്ട് ചെയ്ത് ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് വേറെ ചാർജ് ഒന്നുമില്ല എക്സ്ട്രാ. പിന്നെ അടുത്തൊന്ന് കാണാം. ഇതിന്റെ എത്ര മോഡലുണ്ട്? ഈ ടൈപ്പ് 60യുടെ തന്നെ വേറെ 2-3 മോഡലും കൂടി ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഓപ്പൺ ടൈപ്പാണ്. അടപ്പ് തന്നെ ഒരു ടൈപ്പാണ്. ഇതെന്ന് പറയുമ്പോൾ മെയിൻലി ചെടിയൊക്കെ നടാം. അത് ഒതുക്കുള്ളൊരു മോഡലാണ്. ഒതുങ്ങിയിരുന്നോളും. പിന്നെ അതുപോലെ ഹാൻഡിലും ഉണ്ട്. പിന്നെ ചെടി പർപ്പസ് അല്ലാണ്ട് ഇത് ഫാമിങ്ങും പിന്നെ ഈ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിലേക്ക് വേണമെങ്കിലും വീട്ടിലെ എന്തെങ്കിലും സ്റ്റോറേജ് പർപ്പസിന് കുടിവെള്ളമൊക്കെ നിറച്ച് വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇത് വേറെ ഹാംഫുൾ ഒന്നും അല്ല. ഇത് ക്ലോത്തിങ് ടൈപ്പ് ഇൻഡസ്ട്രിയിലോട്ട് ബൈൻഡർ ഒന്ന് കാലിയാവണേയും ആണല്ലേ? അതെ. പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലേ? ഇല്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കി കിട്ടിക്കോളും. നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്ത് ഇത് വേണമെങ്കിലും കട്ട് ചെയ്ത് ഇല്ല, ഇത് കട്ട് ചെയ്ത് ആരും ഉപയോഗമൊന്നുമില്ല. ഇല്ല, ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒരു പർപ്പസ് പോയി. കാരണം ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രസ് മൂടിയാണ്. സ്റ്റാൻഡിങ്ങിൽ നിൽക്കില്ല. നമുക്ക് ലോക്ക് വരുന്നുണ്ടല്ലേ? അതെ, ലോക്ക് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രൈസ് 50 രൂപ വ്യത്യാസം. അതെ, 50 രൂപ വ്യത്യാസം. ശരിക്കും 60 ലിറ്റർ അടുത്ത് 75 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എല്ലാം കാണിക്കുന്ന ഒരു 100-120 വെറൈറ്റീസ് ഉണ്ട്. എല്ലാം കാണിക്കാന്ന് വെച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മൾ മെയിൻലി അഗ്രികൾച്ചർ പർപ്പസിനുള്ള ഞാൻ മെയിൻലി കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് 100 ലിറ്ററിന്റെ ഒരു മോഡൽ ഉണ്ട്. ഈ ഇരിക്കുന്ന ഒരു മോഡൽ ഇതാകുമ്പോൾ ഒരു മാവ് പ്ലാവ് കിടാൻ പറ്റിയ ഒരു ആപ്റ്റ് സൈസാണ്. അത് അത്യാവശ്യം നല്ല പാവട്ടും ഉണ്ട്. പിന്നെ ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ ഹാൻഡിൽ ഹാൻഡിലുണ്ട്. നമുക്ക് മാവ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിറ്റ് വരും. അപ്പോൾ നീക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് നീക്കാൻ പറ്റും. അതെ, ഇതാണ് ഈ മെഡിസിൻ വന്ന് കാലിയായതാണ്. ഇതുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ മാവും പ്ലാവും നടാൻ വേണ്ടി ഏറ്റവും കയറി പോകുന്ന ഒരു ഐറ്റമാണ് ഇതാണ് നഴ്സറിയിലോട്ടൊക്കെ. ഇത് 500 ആണ് വരുന്നത്. 500 ആണ്. പിന്നെ വേറൊരു മോഡലുണ്ട്. ഇതിന് തൊട്ട് വലിയ സൈസ് 110 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതാകുമ്പോൾ ചെറിയൊരു വ്യത്യാസം. 525 525 രൂപ വന്നുള്ളൂ. 525 രൂപയുടെ വ്യത്യാസമുള്ളത്. ഇത് മുതൽ തന്നെ ഹാൻഡിലൊക്കെ വന്നൊരു ടൈപ്പാണ്. ഇതാകുമ്പോൾ 140 ലിറ്റർ കപ്പാസിറ്റി തന്നെയാണ്. അതെ, ഇതും ഇതുപോലെ തന്നെ ഒതുങ്ങി മാവ് കാണാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ്. പക്ഷെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹാൻഡിലില്ല. പക്ഷെ ഒരു 90% ആൾക്കാർ മാവ് കെട്ടുകയാണെങ്കിൽ അവിടെ തന്നെ വെക്കാറാണ് പതിവ്. നീക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ നീക്കേണ്ട ആവശ്യം വരാത്തവർക്ക് ബെസ്റ്റ് ഒരു മോഡലാണ്. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, ഒതുങ്ങിയിരുന്നോളും. ഇത് അതിന്റെ തമ്മിൽ വ്യത്യാസം എന്താ പ്രൈസ്? ഇതും 25 rupees 550 25 rupeesന്. അതെ, 550 ഉള്ളൂ. 25 rupeesന്റെ വ്യത്യാസമുള്ളത്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾട്ട് കൊടുക്കാം. അപ്പൊ കയറൊക്കെ ഇടുകയാണെങ്കിൽ പിടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വേറൊരു നമുക്ക് വെക്കാൻ പറ്റും അല്ലേ? അതെ. അതെ, ഉറപ്പായിട്ടും ഒരു ഡ്രില്ലർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വെറുതെ ഹോൾ ഇടാന്നുള്ളത്. അത് അതിന്റെ ആവശ്യമില്ല. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു തരും. ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ചെയ്തു തരും. അതെ. പിന്നെ നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളൊരു മോഡൽ. ഈ ഒരു മോഡലാണ്. ഈ മോഡൽ അല്ലേ? ഇത് 200 ലിറ്റർ കപ്പാസിറ്റി ആണ് വരുന്നത്. ഇത് 2 മോഡൽ ഉണ്ട്. ഇതിന്റെ ഹൈറ്റ് കൂടിയതാണ്. ഇത് 250 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. രണ്ടും തമ്മിൽ കോസ്റ്റ് വൈസും ലിറ്റർ വൈസും 50 rupeesന്റെ മാത്രം വ്യത്യാസമുള്ളൂ. 200 ലിറ്റർ 250 ലിറ്റർ 700 750.
ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇതുപോലെ ഹാഫ് കട്ട് ചെയ്തുകൊണ്ട് 2 പീസായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും മാവും പ്ലാവൊക്കെ ബിഗ് പ്ലാന്റ്സ് ഒക്കെ ഇടാനായിട്ട് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഈ ഒരു മോഡലാണ്. പക്ഷെ ഇതും ഇതുപോലെ തന്നെ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടി ഉണ്ടാവില്ല. അപ്പൊ നീക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലൊക്കെ നിങ്ങൾക്ക് പിടി വെച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അതെ, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 2 ഹോൾട്ട് കൊടുക്കും. അതെ, അപ്പൊ കയറിട്ട് ചെയ്യണമെങ്കിൽ സുഖമായിട്ട് മൂവ്മെന്റ് നീക്കാന്നുള്ളത് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു 80% കസ്റ്റമേഴ്സും വെച്ച് കൊടുത്ത് നീക്കാറില്ല. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം വരാറില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് അഗ്രികൾച്ചർ പർപ്പസിന് പോകുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കൂടാണ്ട് ഒരു 85 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതെ, അതിൽ വേറൊരു മോഡലാണിത്. ഇതാകുമ്പോൾ 20 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഇതിൻ്റെയും ഇതുപോലെ തന്നെ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി നടാനൊക്കെ പറ്റിയൊരു മോഡലാണത്. ആപ്റ്റൈസ് ചെയ്തുകൊണ്ട് ചിലൊരു മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാൻ പറ്റിയൊരു ടൈപ്പാണത്. ഇത് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ചിലർ 60-40 റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചിലർക്ക് ഇത് കാറ്റിൽ ഫീഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലി കട്ട് ചെയ്യണമെന്ന് പറയും. അപ്പം അങ്ങനെയും കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാറ്റിൽ അതെ, അവരെങ്ങനെ പറയണോ അങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കും. അത് ഇല്ല, അതിന് വേറെ അഡീഷണൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ IBC ടാങ്ക് എന്നാണ് പറയണത്. ഇത് മെയിൻ പർപ്പസ് ഇൻഡസ്ട്രിയൽ പർപ്പസ് തന്നെ, കെമിക്കൽ സ്റ്റോറേജും അതിനൊക്കെ വേണ്ടി പോണെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഫിഷ് വളർത്താനും അതിനൊക്കെ വേണ്ടിയും കുടിവെള്ളം സ്റ്റോറേജ് അങ്ങനെ അതിന് വേണ്ടിയും കയറി പോണ റേറ്റാണ്. ഇതെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ക്ലിയർ ആണ്. ഇപ്പോൾ കമ്പനികളിൽ നിന്ന് പുറത്തോട്ട് വിടുമ്പോൾ അവർക്ക് ക്ലീൻ ചെയ്തേ വിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. ഈ ലോഡൊക്കെ എവിടുന്നാണ് വരുന്നത്? ഇതൊക്കെ സൗത്ത് ഇന്ത്യ ഫുള്ള് കളക്ട് ചെയ്യണതാണ്. പല കമ്പനിയിൽ ടെൻഡർ എടുത്തിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ 3-4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത്. ഇതാകുമ്പോൾ ബേസ് GI ആണ് വന്നത്. GIയും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും ബേസ് തന്നെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസിങ് ഒരു സെയിം തന്നെയാണ്. 4500 ആണ് വന്നത്. പിന്നെ അടിയിൽ റേറ്റ് വന്നത് ഈ മരത്തിൻ്റെ ഫ്രെയിം തന്നെയുണ്ട്. അതാകുമ്പോൾ 3500 ഒക്കെയാണ് വന്നത്. പിന്നെ ഇത് മാത്രമല്ല 1500 തൊട്ട് സ്റ്റാർട്ടിങ് തുടങ്ങും. അതെന്ന് പറയുമ്പോൾ അത്രയും മോശം കണ്ടീഷൻ ആയിരിക്കും. അതൊക്കെ പൊതുവേ നമ്മൾ കട്ട് ചെയ്ത് സ്ക്രാപ്പിനാണ് വിടാറ്. കാരണം പല ഹാംഫുൾ കെമിക്കൽസ് ഒക്കെ തന്നെയാണത്. ഇത് എല്ലാം 1000 ലിറ്ററാണ്. അത് സ്റ്റാൻഡേർഡ് സൈസാണത്. ഇത് നമ്മൾ ഇന്ത്യയിൽ മേക്കിംഗ് അല്ലേ, അതൊക്കെ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഐറ്റംസ് ആണ്. ഓരോ കമ്പനിയും അവരുടേതായ മെറ്റീരിയൽസ് വേറെ ആയിരിക്കും വേണ്ടത്, ഓരോ റിക്വയർമെൻറ്റ്സ്. അതിനനുസരിച്ച് പല മെറ്റീരിയൽസ് തന്നെയാണത്. വേറൊരു മോഡലുണ്ട്. ഇത് വൈറ്റ് തൊട്ടി എന്നാണ് ഇതിനെ പറയണത്. ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റമാണ്. ഇത് പല പർപ്പസായിട്ട് കയറി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ആമ്പല് താമര അതൊക്കെ നടാൻ പറ്റിയൊരു മോഡലാണ്. പിന്നെ കാറ്റിലിന് ഫീഡും വെള്ളം നിറച്ച് വെക്കാനൊക്കെ പറ്റിയൊരു ഐറ്റംസ് ആണ്. കാരണം നല്ല വാവട്ടുള്ളതുകൊണ്ട് നല്ല ബെസ്റ്റ് ആപ്റ്റ് സൈസാണത്. ഇത് എത്ര ലിറ്ററിൻ്റെയാണ്? ഇത് 80 ലിറ്ററാണ് കപ്പാസിറ്റി വന്നത്. ഇത് 450 വരും. 450 വരും. പിന്നെ നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ MS ആണ്. ഇതെല്ലാം 200 ലിറ്റർ കപ്പാസിറ്റിയാണ് വന്നത്. ഇതൊക്കെ നമുക്ക് കത്തിക്കാനും എന്തെങ്കിലുമൊക്കെ കത്തിക്കാനും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആണ്. ഇത് ക്ലോസ്ഡ് ഡ്രം ആണ്, ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആണ്. പിന്നെ വേറൊരു മോഡലുണ്ട്. ഇല്ല, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറില്ല. ഇത് ഹോൾ ഇങ്ങനെ ഹോളായിട്ടാണ് കയറി പോകുന്നത്. അതെ, ഇതെന്ന് പറയുമ്പോൾ ഉള്ളിലും മുളകിൻ്റെ എസൻസ് വന്നേക്കണേണ്. ഇത് ആ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ ഉള്ളിലും മുളകിൻ്റെ എസൻസ് വന്നുകൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര പുകച്ചിലായിരിക്കും. വേറെ കെമിക്കലൊന്നുമല്ല, ഓർഗാനിക് സംഭവം തന്നെ വന്ന് കാലിയായതാണത്. പിന്നെ ഈ ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ MS പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് തന്നെ ഇതെല്ലാം മുളകിൻ്റെ എസൻസും അങ്ങനെയൊക്കെ വന്ന് കാലിയാവണം. ടർമറിക്കിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ആയിരിക്കാം, പല എസൻസ് വന്ന് കാലിയായിക്കണേ. ഇത് ചെടി നടണതിന് ഉപരി ചങ്ങാടം കെട്ടാനും കൂട് കൃഷിക്കൊക്കെ ആയിട്ട് കയറി പോകുന്ന ഐറ്റം. കാരണം ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഈ ഒരു അടപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചങ്ങാടം കെട്ടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് മോഡലാണ്. ഇതിനും പ്രൈസ് ബാക്കി ക്ലീൻ ബാരലിനെ അപേക്ഷിച്ച് പ്രൈസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അതെ, ഇത് 30 ലിറ്ററിൻ്റെ ബിഗ് മൗത്ത് എന്ന് പറയും. ഇത് ഈ റബ്ബറും പാലൊക്കെ പിടിക്കാൻ വേണ്ടി കയറി പോകുന്ന റേറ്റാണ്. അതൊരു സ്മോൾ സൈസും പിന്നെ അതുപോലെ ഈ അടപ്പ് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു സൈസ് ആയതുകൊണ്ട് റബ്ബറും പാലൊക്കെ പിടിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മോഡലാണത്. അത് 250 ആണ് വന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട 30 ലിറ്ററിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയൊരു മോഡലാണ് ഈ ഇരിക്കുന്നത്. ഇതാകുമ്പോൾ 50 ലിറ്ററിൻ്റെ. ഇതും ഇതുപോലെ തന്നെ റബ്ബറും പാല് പിടിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു മോഡൽ തന്നെയാണ്. പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വാട്ടർ ടാങ്ക് ഉണ്ട്. ഇത് 500 ലിറ്റർ തൊട്ട് 2000 ലിറ്റർ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്രൈസിംഗ് എന്ന് പറയുന്നത് 500 to 1000 ലിറ്റേഴ്സ് ലിറ്ററിന് 450 എന്ന് പറയുമ്പോൾ 4500 തന്നെ ഉള്ളൂ. 10 കൊല്ലം വാറണ്ടി 3 ലെയറാണ്. 2000 ലിറ്ററിന് മാത്രം ലിറ്ററിന് 470 പൈസ എന്ന് പറയുമ്പോൾ 9400 വരും. ഇതിലെല്ലാം ഏതാണ്? 3 ലെയറാണ്. ഇതിനെല്ലാം നമ്മൾ 10 കൊല്ലം വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണേ. പിന്നെ വേറൊരു മോഡലാണ്. ഇതൊക്കെ 35 ലിറ്ററിൻ്റെ. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. ഇതൊന്നും ആരും ചെടി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു അഗ്രികൾച്ചർ പർപ്പസിന് കൊണ്ടുപോകാറില്ല. ഇതൊക്കെ പല കെമിക്കലും ഒക്കെ നിറയ്ക്കാൻ വേണ്ടി കയറി പോകുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ പല ക്വാളിറ്റിയിലും പല റേഞ്ചിലും തന്നെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറയുന്നത് ഇരിക്കണതാണ്. ഇത് 10 ലിറ്റർ കപ്പാസിറ്റി തന്നെ ഒരു മിൽക്ക് ജാറാണ്.
പാൽപ്പൊടി ഒന്ന് കാലിയായതാണ്. അതൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഹൗസ് അരിപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റിയ ഒരു കണ്ടീഷനാണത്. ഉള്ളിൽ ക്ലീനാണ്. ഇത് 60 റുപ്പീസ് തന്നെ ഉള്ളൂ. 60 തന്നെ ഉള്ളൂ. 60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ അപ്പോൾ. അങ്ങനെയും പറയാം. ഇതിൽ വേണമെങ്കിൽ അത്യാവശ്യം ചെറിയ ചെടികളെല്ലാം വയ്ക്കാമല്ലോ. അതിൻ്റെയും ഇതുപോലെ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി ഇടാൻ പറ്റിയതാണ്. അതിപ്പോൾ ഇതുപോലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതുപോലെ ടോപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ നടാൻ പറ്റിയത്. ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നു 30 ലിറ്ററിൻ്റെ, അതുപോലെ തന്നെ 25 ലിറ്ററിൻ്റെ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു മോഡലുണ്ട്. ഇതും 25 ഒക്കെ വരുന്ന എത്ര രൂപ പ്രൈസ് വരും? 25 ഒക്കെ 125 തന്നെ ഉള്ളൂ. പിന്നെ ഈ ഇരിക്കുന്ന മോഡലാണെങ്കിലും ചില കസ്റ്റമേഴ്സ് ഇത് വട്ടനെ മുറിച്ചിട്ട് ചീര അങ്ങനത്തെ നടാൻ വേണ്ടി കയറി പോണ ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തും നടാം. ഓരോരുത്തരുടെ ഐഡിയ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പർപ്പസിന് ഉപയോഗിക്കാം അത്. അതെ HDP ആണ്. അപ്പോൾ ലൈഫ് കൂടുതലുണ്ട് കിട്ടും. പിന്നെ വേറൊരു മോഡലാണ് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ 25 ഇതൊക്കെ പുത്തൻ ഡ്രമ്മാണ്. ഇതൊക്കെ കുടിവെള്ളം സ്റ്റോറേജ് ആ ഒരു പർപ്പസിന് വേണ്ടി കയറി പോകുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ ആകുമ്പോൾ 25 ലിറ്റർ കപ്പാസിറ്റിയാണ് വന്നത്. ഇതിന് പ്രൈസ് 250 വരും. അതിന് തന്നെ കുറച്ച് വലിയൊരു മോഡലാണ് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ 55 ലിറ്ററിൻ്റെയാണ്. 500 ആണ് പ്രൈസ്. ഇതിനെല്ലാത്തിനും അതെ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരും. ചെറിയൊരു ഫ്ലൈറ്റ് എങ്ങനെ പോയാലും വരും. അപ്പോൾ നമ്മൾ ഡ്രംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ ഏത് ജില്ലയ്ക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അതെ എത്തിച്ചേരുന്നതായിരിക്കും. കേരളത്തിൽ ഏത് ജില്ലയിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അതെ നിങ്ങളുടെ നമ്പറൂടെ നമുക്ക് വീഡിയോ താഴെ കൊടുക്കാമല്ലോ. അതെ കൊടുത്തോളൂ. ഓക്കെ.